നമസ്കാരം. മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം. നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ, ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ റീലുകളൊക്കെ ഭയങ്കര വൈറലാണ്. അതിൽ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, ശുഭദിനം എന്നാണ്. അപ്പൊ ഞാനും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ മോർണിംഗ് ഷോയിൽ വന്നു. അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ജനശ്രദ്ധ കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കമന്റുകൾ വന്നിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ലൈക്കുകൾ, ഷെയറുകൾ, ഇതൊക്കെ നിങ്ങളുടെ സ്നേഹമാണ് എന്ന് എനിക്കറിയാം. ഇന്നും രാവിലെ ഞാൻ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. മലയാളി വാർത്തയുടെ ഫേസ്ബുക്ക്, യൂട്യൂബിലെ ലൈവ് നമ്മളിപ്പോൾ കറക്റ്റ് ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, അതായത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു ചാനലുകളും ഈ പറയുന്നത് പോലെ ലൈവ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഇനി തുടർച്ചയായിട്ട് ഇതുപോലെ ലൈവൊക്കെ ഉണ്ട്. അപ്പൊ വന്ന കാര്യം ഇന്ന് പറയാം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കലാമേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിനു ശങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്കറിയാം, വയനാട്ടിലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത്. ഒരുപാട് സഹായഹസ്തങ്ങൾ വന്നു. അതുപോലെ തന്നെ ഒരുപാട് നമ്മളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ പോലെ ഇത് നമ്മൾ അതിജീവിക്കും എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ഈ നിമിഷവും ചേർത്ത് പിടിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് എന്താ പറയാ, രാഷ്ട്രീയവും അതുപോലെ തന്നെ കലയും ഒരേപോലെ കൊണ്ടുപോകുന്ന വിനു ശങ്കറിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കലയെ പറ്റിയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ പറ്റിയും. അതായത് സമകാലിക രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ മറ്റാരും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. അതായത് സ്വന്തം വീടും സ്ഥലവും വയനാട്ടിലെ എന്താ പറയുക ദുരന്തബാധിതർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം വീട് നൽകാമെന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കാരൻ കൂടിയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാം. വിനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നുള്ള അതിവിശേഷം. അപ്പൊ നമ്മൾ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. മലയാളി വാർത്തയിലൂടെ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെ ഇപ്പൊ ജനലക്ഷങ്ങൾ വിനു ശങ്കറിനെ കണ്ടോണ്ടിരിക്കുകയാണ്. വിനു ശങ്കർ, അപ്പൊ ആദ്യം തന്നെ എല്ലാ മലയാളികൾക്കും എന്റെ നല്ലൊരു ദിവസം നേരുന്നു. അപ്പൊ എന്താണ് ആദിമോൻ അറിയേണ്ടത്? അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ലൈവ് വരുന്നതാണ്. രാവിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നു, വ്യത്യസ്തമായ ആളുകളൊക്കെ പരിചയപ്പെടുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്താണ് വീട് കൊടുക്കാനുള്ള എന്താണ് അതിന്റെ പിന്നിൽ ഒരു ചേതോ വികാരം? വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരും വീട് കൊടുക്കുന്നുണ്ട്. വീട് വെച്ചു കൊടുക്കുന്നവരുണ്ട്, മറ്റ് പല സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാകാനോ എനിക്കൊരു നമ്മുടെ ഇതില് നിങ്ങളിത് പറഞ്ഞ രാവിലെ ഈ ലൈവ് വന്ന് ഞാൻ വീട് കൊടുക്കുന്നു, വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഇപ്പം വയനാട്ടിൽ. നമ്മളെപ്പോലുള്ള നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞു പോയത്. ഇനിയിപ്പോ ഈ ചിങ്ങമാസം 1 കഴിഞ്ഞു, 1-ാം തീയതി കുട്ടി ആഘോഷിച്ച് ഫേസ്ബുക്കും ലൈവിലും ഒക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ട്. ചിങ്ങം 1 ആണ്ടുപിറപ്പ് 1, ഇനി അങ്ങോട്ട് പൊളിക്കുകയാണ്, ഓണമാണ്, ഇതല്ല. പക്ഷെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഓണാഘോഷ പരിപാടി തന്നെ ഗവൺമെന്റ് തന്നെ ഇവിടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ആഘോഷ പരിപാടികളില്ല എന്ന് പറയുന്നതല്ലേ. അതിന് ഞാൻ പൂർണ്ണ പിന്തുണയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ. പക്ഷെ കലാകാരന്മാർ ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങളും ജീവിക്കണ്ടേ എന്ന് പറയുന്ന അവസ്ഥകളുമുണ്ട്. നമുക്കറിയാം, ഒരു കലാകാരനെ സംബന്ധിച്ച് ഞാനൊരു കലാകാരനായതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരുടെ എല്ലാവരുടെയും എന്റെയൊക്കെ ഉൾപ്പെടെയുള്ള അവസ്ഥകൾ. പക്ഷെങ്കിൽ ഒരാളോ രണ്ടാളോ അല്ല ഇതിനകത്ത് മരണപ്പെട്ടു പോകുന്നത്. ഈ 500-ന് മേളിൽ ഉള്ള ആൾക്കാർ ഇനിയും നമുക്ക് ബോഡി കിട്ടാറുണ്ട്. ബോഡി പാർട്സ്, ചിക്കൻ പാർട്സ് എന്നൊക്കെ പറയുന്ന പോലെ ബോഡി പാർട്സുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയൊരു ദുരന്തം നടക്കുമ്പോൾ ഞാൻ ഇത്രയും നാളും ജനിക്കുന്ന എന്റെ ഇതില് കുടുംബമുണ്ട്, അല്ലെങ്കിൽ എല്ലാ സംവിധാനവും ഉണ്ടെങ്കിൽ ഒറ്റ നിമിഷം മതി നമുക്ക് ഇത് പോകുവാനും നമ്മളെ ഇതിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് സമയവും കാലമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും മേളിലിരിക്കുന്ന ആൾ വിളിച്ചാൽ അന്നേരം നമ്മൾ പോകാന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 4 ലക്ഷം വീടും വാങ്ങിയതാണ്. അപ്പൊ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അതിന് അർഹതപ്പെട്ടവർക്ക്, അല്ലാത്തവർക്കല്ല. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ടോണ്ട്, അമ്മ നഷ്ടപ്പെട്ടോണ്ട് പെൺകുട്ടികൾ ഉള്ളവർക്കാണ് ഞാനിത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. 2 പെൺകുട്ടികളും മാതാവും മാത്രം തനിച്ചുള്ളവരാണെങ്കിലും അങ്ങനെ വളരെയധികം ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഞാൻ ഈ വീട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെങ്കിൽ ഈ വീട് കൊടുക്കുമ്പോൾ എനിക്കും ഈ വീടിന് ചെറിയ ലേബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ വളരെയധികം സന്നദ്ധ സംഘടനകളുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ വളരെയധികം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഇനി മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ ലേബിലിറ്റി ബാങ്കിൽ അടച്ചതിന് ശേഷം ആ ആധാരം റിലീസ് ചെയ്ത് ആരുടെ പേരിലാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വയനാട്ടിലുള്ള അവരുടെ ദുരന്തബാധിത പ്രദേശം നടത്തി അവിടെ പഞ്ചായത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകര് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അത് ഏത് രാഷ്ട്രീയം എന്നൊന്നുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന്
അവർക്ക് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കൊടുക്കാൻ തയ്യാറാണ്. ഏത് നിമിഷവും ഞാൻ അതിന് തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു സന്തോഷമാണ്. ഇതൊരു കൂട്ടായ തീരുമാനത്തിലൂടെയാണ്. ഞാനും എൻ്റെ വൈഫും മക്കളും എല്ലാവരും കൂടെ ചേർന്ന്, 2 പേരേ ഉള്ളൂ മക്കളെന്ന് പറയാൻ. അപ്പോൾ അവരൊക്കെ പഠിക്കുകയാണ്, അവർ നാട്ടിലില്ല. അപ്പോൾ അവർക്കൊന്നും ഇങ്ങോട്ട് താല്പര്യമില്ല. അവർ പറയുന്നു ഞങ്ങളത് ചെയ്തോളാം, അതിനകത്ത് നോ ടെൻഷൻ. അവരെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ. അതാണ് എൻ്റെ ഒരു ഇത്. അതിനകത്ത് വേറെ വലിയ പ്രത്യേകത അവകാശവാദങ്ങൾ ഞാൻ 100 ഏക്കർ കൊടുത്തു, 500 ഏക്കർ കൊടുത്തു, ഇതൊന്നും പറയാനുമില്ല. ഇതൊക്കെ പറയാം. പലരും പറയും ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല, പകരം ഞാൻ 4 വീട് വെച്ചു കൊടുക്കും, 5 വീട് വെച്ചു കൊടുക്കും. ഇതൊന്നും വെച്ചു കൊടുക്കുമെന്ന് നമുക്ക് ആർക്കും വേണമെങ്കിലും വലിയ ഗീർവാണം അടിക്കാം. പക്ഷെങ്കിൽ അത് പ്രാവർത്തികമാക്കുക എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് കറക്റ്റാണ്. ആദ്യമറിയാം, ആദ്യം എന്റെ കൂടെ ഒരു ചാനലിൽ ഞങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്താ. അപ്പൊ എന്റെ ഏകദേശ സ്വഭാവങ്ങളൊക്കെ കാര്യങ്ങൾ അറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ് ഒരു കത്തിയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, ചെറിയൊരു കത്തിയുടെ? അല്ല, ഇത് രാവിലെ ഇത് ഊരിപ്പിടിച്ച വടിവാളിന് മുന്നിൽ കൂടെ നടന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആളുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. പക്ഷെ ഞാൻ പറഞ്ഞ ഊരിപ്പിടിച്ച വടിവാളല്ലേ, ഞാൻ രാവിലെ ഞാൻ ഇത് സാധനം എടുത്ത് ഞാൻ ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട്, ഫോൺ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ ഇത് വന്നപ്പോഴാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പൊ ഇതൊരു പേനയാണ്, അല്ലാതെ നമ്മൾ വടിവാളുമായിട്ട് നടക്കുന്ന ആളല്ല. അപ്പൊ ഞാനിത് എഴുതി എന്തെങ്കിലും ഒന്ന് കുറിക്കണമെങ്കിൽ ഒന്ന് അതിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി സാധനം ഞാൻ ഉപയോഗിച്ചെന്നുള്ളൂ. നമുക്ക് എനിക്ക് തോന്നുന്നു നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ്? അല്ല, ഇങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണല്ലോ, ഇതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവരും നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ന്യൂസ് കാണുമ്പോൾ ഓരോരോ വാർത്തകളാണ്. വെട്ടിക്കൊന്നു, തല്ലിക്കൊന്നു, കത്തിക്കുത്ത്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് നാളുകളായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഇതാണ്. പിന്നെ വേറെന്താണ്? സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നറിയാം. അതുപോലെ തന്നെ ഇപ്പോ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി ഉള്ള ഇതിലുണ്ട്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ തന്നെ, അതായത് വള്ളിക്കാച്ചിട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന കാലം തൊട്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ലൈവ് വന്ന് അടിച്ചിട്ട് പോകുന്ന, ഇതിപ്പോ ആദ്യം ഇപ്പൊ വന്നതല്ലേ, അപ്പൊ അതിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ കോട്ടയാണ് എന്റെ സ്വദേശം ശരിക്കും. അപ്പം ഫാദർ ട്രെയിനിങ് സ്കൂൾ ഹെഡ് മാസ്റ്ററും മദർ ടീച്ചറുമായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഇന്നില്ല, മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ അധ്യാപകരുടെ മകനാകുമ്പോൾ പഠിപ്പിച്ച് വളർത്തി എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെയാണെങ്കിൽ എനിക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നത് എന്താ? കലയാണ് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അത് തിരിച്ചറിഞ്ഞ് തന്നെ എന്റെ മാതാപിതാക്കൾ എനിക്ക് എന്റെ വഴിയെ അങ്ങ് വിടുകയായിരുന്നു, കലയിലേക്ക് പോവുക. ആ ഇതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ അച്ഛനമ്മമാരതൊന്നും സമ്മതിക്കുകയില്ല. നീ കല ഇഷ്ടമാണെങ്കിൽ അതും കൊണ്ട് പൊക്കോ, പക്ഷെങ്കിൽ പഠിത്തോ അതിനോടൊപ്പം വേണം. പക്ഷെ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക്. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് ഞാൻ കോട്ടയത്താണ് നിൽക്കുന്നത്. അന്ന് സുരേഷ് കുറുപ്പാണ് കോട്ടയത്ത് ഇലക്ഷന് മത്സരിക്കുന്നത്, CPM-ന്റെ കാൻഡിഡേറ്റായിട്ട്. അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായിട്ടാണ് ഞാൻ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ ചെങ്കൊടി കൊണ്ടുള്ള കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയും സഖാവായിരുന്നു. ഞാൻ SFI, DYFI, CPM-ലൂടെയൊക്കെ വന്നയാളാണ്. അതിനുശേഷമാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ കുറെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ CPM-ന്റെ എല്ലാ പരിപാടികൾക്കും ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന നേതാവ് NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇന്നിപ്പം നമ്മളുടെ കൂടെയില്ല, അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്റെ ഗുരു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് എന്നെ ഈ CPM-ൽ നിന്ന് അടർത്തി NCP-യിലേക്ക് കൊണ്ടുവന്ന ആള് ഉഴവൂർ വിജയൻ ചേട്ടനാണ്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിന്റെ കലയും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഫുൾ ടൈം ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ട. ഒരു മാസത്തിൽ 2-3 പരിപാടികൾ ഉണ്ടാവും. ചിലപ്പം സെക്രട്ടേറിയറ്റ് ധർണ, തിരുവനന്തപുരത്ത് പോകണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായിട്ട് ഫുൾ ടൈം ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ CPM-ൽ നിന്ന് എല്ലാ ദിവസവും ബ്രാഞ്ച് ഉണ്ടാവും, മറ്റുള്ള പരിപാടികളുണ്ട്. നമുക്ക് സജീവമായിട്ട് അതിനകത്ത് നിൽക്കണം. അപ്പൊ ഇതാണെങ്കിൽ പോലും തന്നെ ഇവരുടെയൊക്കെ വലിയ സ്റ്റേജിൽ പ്രസംഗമൊക്കെ വരുമ്പോൾ, മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു കോമഡിയുടെ ഇതിലൂടെ സരസമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരാള് കേരളത്തിലുണ്ടായിരുന്നത് ഉഴവൂർ വിജയൻ ചേട്ടനാണ്. അതിപ്പം ഞാൻ ഓർക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ അത്രയും നല്ല ഒരു പ്രാസംഗികൻ ഇന്ന് കോമഡിയിലൂടെ സരസമായിട്ട് ആരെയും വെറുപ്പിക്കുകയില്ല. ഇപ്പം അന്നത്തെ കുഞ്ഞുഞ്ഞെന്നാണ് ഞങ്ങൾ വിളിക്കുന്ന മുൻ മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തെ ഒക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെയൊക്കെ പറയുമെങ്കിലും വിമർശിക്കുമെങ്കിലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിജയൻ ചേട്ടൻ വിളിക്കുമായിരുന്നു, കുഞ്ഞുഞ്ഞെ ഞാനിങ്ങനെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ ചിരിച്ചോണ്ടുള്ള ഉമ്മൻചാണ്ടി സാറ് ചിരിച്ചോണ്ടാ പറഞ്ഞ, വിജയ
അത് കുഴപ്പമില്ല, വിജയനെ എനിക്കറിയാമല്ലോ എന്നുള്ള രീതിയിൽ എടുക്കുന്നയാളാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ല, വ്യക്തിവിരോധം തീർക്കുക എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോയി. അതുകൊണ്ടാണ് ഈ ഊരി പിടിച്ച കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ അറിയത്തുമില്ല, ഉപയോഗിക്കത്തുമില്ല. ഇതൊരു പേനയാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ രാഷ്ട്രീയ നിലപാടിൽ ഇതിലിപ്പം ഞാൻ ഇപ്പൊ ആദ്യം ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു പിൻവാങ്ങൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM നിന്ന് എന്നെ അടർത്തിക്കൊണ്ടുപോയത് വിജയൻ ചേട്ടനാണ്. അത് കഴിഞ്ഞ് ഞാൻ NCPയിൽ വർഷങ്ങളോളം ഞാൻ NCPയിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പത്തെ ഭരണത്തിൽ അസ്വസ്ഥനാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പത്തെ ഭരണ രീതികളോട് കാഴ്ചപ്പാടുകൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു മുമ്പ്, അതായത് ഇങ്ങനെ പറയുമ്പോൾ ഒരു പേടിയില്ല. അതായത് മുമ്പ് ഒരു സഖാവായിരുന്നു, ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി KK രമയുടെ പാർട്ടിയിൽ ചേർന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഈ ഭരണത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും കാണുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? അല്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഷർട്ട് നമ്മൾ മാറുന്ന പോലെ അങ്ങ് മാറിയതല്ല. ഞാൻ എന്റെ ഈ സമയം വരെ ഞാൻ LDF-ന് ഒപ്പം ഉറച്ചു നിന്നാണ്. NCPയിൽ നിന്നു. NCPയിൽ ഞാൻ PC ചാക്കോ എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള നീരസം കൊണ്ടാണ്, അദ്ദേഹമായിട്ടുള്ള ഒരു ഇതിൽ ആണ് ഞാൻ അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോരുന്നത്. കാരണം നമ്മൾ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു വാചകം, ഇതിന് ഞാനൊരു കാര്യം അദ്ദേഹത്തോട്, എന്റെ വേറൊരു പാർട്ടിയിലെ ഒരു സംസ്ഥാന നേതാവുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് ഇരുന്ന്, ബിനു എന്താണ് വിശേഷം ചോദിച്ച് ഇരുന്ന് അടുത്ത ചോദ്യം ചോദിച്ചത്, ഇവിടെ നാട്ടുകാരുടെ കാര്യം സംസാരിക്കുവാൻ ഇവിടെ മന്ത്രിയുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, ഇവിടെ വല്ല പാർട്ടിക്കാര്യം സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാൻ നമുക്ക്, അല്ലാതെ നാട്ടുകാരുടെ കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടുകാരുടെ കാര്യം സംസാരിക്കാൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന ലേബലും അണിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവരെപ്പോലുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? അന്നാണ് ഞാൻ അത് രാജിക്കത്ത് എഴുതി കൊടുത്ത് ജില്ലാ പ്രസിഡന്റ് അസീസിന്റെ കയ്യിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിനകത്ത് നിന്ന് വിടുന്നത്. അത് കഴിഞ്ഞ് പലരും പല പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ്, കറിയ തോമസ്, ജോസ് കെ മാണി, ഇവരെയൊക്കെ ആയിട്ട്, ജോസ് കെ മാണിയൊക്കെ എന്നെ സ്വാഗതം ചെയ്തതാണ്. ഞാൻ അതിനകത്തേക്കൊക്കെ പോരാൻ ചെല്ലാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതും എനിക്ക് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതിലെ ചില പ്രവർത്തകരുടെ ഒക്കെ ഒരു രീതികളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ നിന്നാണ് ഞാനിത് നോക്കുമ്പോഴാണ് KK രമ എന്ന് പറയുന്ന RMP, അതായത് ഇടതുപക്ഷത്തിന്റെ എല്ലാം ആയിരുന്നിട്ടുള്ള ആ പാർട്ടിയിൽ നിന്നിട്ടുള്ള TP ചന്ദ്രശേഖരൻ നായരല്ല, ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളുടെ പാർട്ടി RMP ഉണ്ടാക്കിയ അദ്ദേഹത്തെ ഈ പറയുന്ന തരത്തില് നിങ്ങളെല്ലാം കണ്ട് വളരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ്. അപ്പൊ അത്രയും രീതിയിലുള്ള ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതൊരു ചെങ്കൊടി പ്രസ്ഥാനമാണ്. അപ്പൊ ആ ചെങ്കൊടി പ്രസ്ഥാനത്തിൽ നിൽക്കാൻ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയത്. KK രമയായിട്ട് ട്രിവാൻഡ്രത്ത് പോയി സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് കണ്ടു. പിന്നെ സഖാവ് KK രമയുടെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു, കണ്ടു. അങ്ങനെ നല്ലൊരു ഒരു ബന്ധം എനിക്കത് തോന്നി. അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനമാനങ്ങൾക്കല്ല, അല്ലാതെ തന്നെ അതും നമുക്കറിയാം, ചെറിയൊരു പാർട്ടിയാണ്, സംവിധാനമാണ്, എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ളത്, ഞാൻ അങ്ങനെ ഇത് മാറണം എന്ന് വിചാരിച്ചു മാറിയല്ല, പക്ഷെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ്, സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വോട്ട് വാങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നത്. അതിനുശേഷം അന്നൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇലക്ഷനും എല്ലാത്തിനും സജീവമായിട്ട് നിന്നുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഇളമക്കരയിൽ പോലും എല്ലാ മുക്കിനും മൂലയിലും പ്രവർത്തനത്തിനും സ്ഥാനാർത്ഥികൾക്കൊപ്പവും അല്ലാതെയും കുടുംബയോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ LDF-ന്റെ യോഗങ്ങളിലും ഒക്കെ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രളയം വന്നു, കൊറോണ വന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വളരെ സജീവമായിട്ട് പാർട്ടി നിന്നു, ഇവർക്കൊക്കെ ഒപ്പം നിന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന് കിറ്റ് കൊടുത്തു. ഇതെല്ലാം വന്ന് പുതിയൊരു രാഷ്ട്രീയത്തിന് പ്രതിഫലനമുണ്ടായ ഒരു സംഭവമാണ് കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അതും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു സംഭവം ഇവിടെ ഉണ്ടപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ കിറ്റിന്റെ പുറകിൽ
എന്താ കെണികളുണ്ടെന്ന് ജനങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞതല്ല അവർ തന്നെ പറയുകയാണ് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി എന്ന് പറയുന്നത്. അതും കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഒരു ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൊച്ചു പിള്ളേര് സ്കൂളിലായാലും മുതിർന്നവരായാലും അല്ലാത്ത പ്രായമായിട്ടുള്ളവരും അല്ലാത്തവരും ചെറിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ ആരാണ് വിദ്യാഭ്യാസ മന്ത്രി, ആരാണ് ആരോഗ്യവകുപ്പ്, ആരാണ് വ്യവസായ വകുപ്പ്, ആരാണ് ധനകാര്യ വകുപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവര് ചാടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആര് എന്താ ശൈലജ ടീച്ചർ അത് നമ്മൾ ഇത് കാണുന്ന ലൈവ് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ വലിയ ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനുശങ്കർ വികാരാധീതനായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അപ്പം ഇത് ഞാൻ പറയട്ടെ, മൈക്ക് കണ്ടാ വിനിച്ചേട്ടൻ വിടില്ല. അതായത് നമുക്കറിയാം. അപ്പൊ വിനിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്ത് നമുക്കറിയാം ആരൊക്കെയാണ് വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം. ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഈ തലമുറയിലെ ആളുകൾക്ക് അറിയില്ല. പിണറായി വിജയന്റെ ഭരണത്തിൽ ഭയങ്കര അസ്വസ്ഥനാണ്. ഒരുപക്ഷെ ലൈവിലൊക്കെ വരുമ്പോ ഭയങ്കര ധൈര്യമായിട്ടൊക്കെ പറയും എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് തുറന്നടിച്ച് പറയാറുണ്ടല്ലോ. ഈ ഭരണം ശരിയല്ല, അതുപോലെ തന്നെ നേതാക്കന്മാർ ശരിയല്ല, ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ ഒരു പേടിയില്ല വിനുശങ്കർ? ഒന്നാമതൊരു കലാകാരനാണ്. അല്ല, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഉള്ള കാര്യം തുറന്നു പറയുന്നവന് ശത്രുക്കളാവുന്ന കാലമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ കൂടെ തന്നെ വളർന്നു വന്നതായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരുടെയും ചെല്ലും ചെലവിലും അല്ല കഴിയുന്നത്, അല്ലേ? ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയും എന്റെ മുഖത്ത് ചായമിട്ടുള്ള പരിപാടികളും ഒക്കെ നടത്തി, മിമിക്രി പരിപാടികളൊക്കെ നടത്തിയ. പക്ഷേ കലാകാരന്മാർക്ക് പോലും നേരെ പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഈ ഭരണം രണ്ടാമത് ഇത് വന്നതിന് ശേഷം ഇന്നിപ്പോ ഇരിക്കുന്ന മന്ത്രിമാരുടെ പേര് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി, ആരാണ് ധനകാര്യ വകുപ്പ്, ആരാണ് കർഷക മന്ത്രി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് നമുക്കറിയാം, ശിവൻകുട്ടി സാർ. അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതായത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി വാർത്തയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ചോദിച്ചോ, ആദ്യം തന്നെ ചോദിച്ചോ. കമന്റ് വരുമെന്ന് നോക്കാം നമുക്ക്. ചോദിക്കുക, ആദ്യം ചോദിക്കും. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, അടുത്ത ആൾ ചോദിക്കും. അടുത്ത് ചോദിച്ചോ. അടുത്ത നമ്മുടെ കർഷക മന്ത്രി ആരാണ്? കർഷക മന്ത്രി ആരാണ്? കമന്റ് വന്നോ? ക്യാമറമാൻ പറയൂ. ഇല്ല, കമന്റ് വന്നിട്ടില്ല. സ്പോർട്സ് ആരാണ്? സ്പോർട്സ് മന്ത്രി ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫോണൊക്കെ വരുന്നുണ്ട്. സ്പോർട്സ് മന്ത്രി ലൈവ് കണ്ടിട്ട് വിളിക്കുകയാണോന്ന് അറിയില്ല. എന്നാലും സ്പോർട്സ് മന്ത്രി ആരാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ആരാണ്, ഇത് എന്താണെന്ന് ഒന്നും നമുക്ക് പെട്ടെന്ന് ഇതവർക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരാളോട്, അതായത് ഇപ്പൊ ചോദിച്ച ഒരു ഉത്തരം നമ്മൾ ഒരാളോട് ചോദിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ആരാണ് സ്പോർട്സ് മന്ത്രി എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ എന്നോട് തന്നെ തിരിച്ചു ചോദിച്ചേക്കല്ലേ, എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ചേട്ടൻ അറിയില്ല, പക്ഷെ ചേട്ടൻ ചോദിക്കാൻ എവിടെ ഒരാൾ വരുന്നുണ്ട്. നമുക്കൊന്ന് ആളോട് ചോദിച്ചു നോക്കാം. ഒരു മിനിറ്റ്. ചേട്ടാ നമസ്കാരം. ഒരു സെക്കൻഡ് ഒന്ന് വണ്ടി നിർത്തുവോ? നമ്മൾ ഒന്ന് ഹെൽമെറ്റ് മാറ്റുമോ? ഓക്കെ, നമ്മള് വിനുശങ്കറിന്റെ ഒരു ലൈവുമായിട്ട് വന്നാണ് രാവിലെ. അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ സജീവ പ്രവർത്തനാണല്ലോ, അല്ലെ? ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചിരുന്നു. മുമ്പ് അതായത് 5 കൊല്ലം മുമ്പുള്ള സർക്കാരിന്റെ ഭരണത്തിൽ നമുക്കറിയാമായിരുന്നു സ്പോർട്സ് മന്ത്രി ആരാണ്, വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നൊക്കെ. അപ്പൊ നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ആരാണ് സ്പോർട്സ് മന്ത്രി നമ്മുടെ? അറിയില്ല. ധനകാര്യം ആരാണ്? ധനകാര്യം ബാലഗോപാൽ ആണ്. അറിയാം. വ്യവസായം ആരാണ്? വ്യവസായം രാജേഷോ? പി രാജീവാണല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണത്തിൽ സംതൃപ്തനാണോ താങ്കൾ? അല്ല. എന്തുകൊണ്ട്? ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടി വരും, അതിനുള്ള സമയമില്ല. പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അസ്വസ്ഥനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 വാക്ക് പറഞ്ഞോളൂ. പെട്രോളൊന്നും പാഴാക്കരുത്, പെട്രോളിനൊക്കെ വില കൂടി വരിക. ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ഒരു തുടർഭരണം ഉണ്ടാവോ? ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു തെളിവല്ല ഇപ്പൊ തന്നെ ലോക്സഭ ഇലക്ഷൻ. ഓക്കെ, തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വിജയം. ബിജെപി കുറച്ചധികം സീറ്റുകൾ പിടിക്കുമോ? തീർച്ചയായിട്ടും പിടിക്കും. ഓക്കെ, ചെറുപ്പക്കാരൊക്കെ ഇനി കൂടുതൽ ബിജെപിയിലേക്ക് ചേർക്കാനുള്ള സാധ്യതകളുണ്ടോ? കേരളത്തിൽ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കാം. ഒരു 10% കൂടുതലാണ്. അത് തീർച്ചയായിട്ടും കൂടുതൽ. തീർച്ചയായിട്ടും വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവിന്റെ ഇടയ്ക്ക് വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്പോർട്സ് മന്ത്രി ആരാണെന്ന് അറിയാമെങ്കിൽ പറയണം, വ്യവസായം ആരാണെന്നെങ്കിലും പറയണം, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പൊക്കോളൂ. രാവിലത്തെ മോർണിംഗ് ഷോയിൽ നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ എന്തായാലും ഈ ലൈവ് ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ലൈവാണ് മലയാളി വാർത്ത. അപ്പൊ ഒന്ന് പറഞ്ഞേ, മലയാളി വാർത്തയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. മലയാളി വാർത്തയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ. ഫേസ്ബുക്ക് യൂട്യൂബും കാണണം. ഫേസ്ബുക്കും യൂട്യൂബും കാണണം. ഓക്കെ. അപ്പൊ എന്തായാലും പൊക്കോ. അപ്പൊ രാവിലെ എന്താ പറയാ, വളരെ എനർജി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അവിടെ ഒരു ഓട്ടോ തൊഴിലാളി പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇല്ല, തിരക്കാണ്. നമസ്കാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ, പേരെന്താ? രാഹുൽ. ഒന്ന് വണ്ടി ഓഫ് ചെയ്യാൻ പറ്റുമോ? നമ്മള് മലയാളത്തിൽ ലൈവായിട്ട് വന്നാണ്. നമ്മുടെ സ്പോർട്സ് മന്ത്രി ആരാണെന്നറിയോ? നോ ഐഡിയ. നോ ഐഡിയ. ആരോഗ്യം? നോ ഐഡിയ. ആരോഗ്യം ഒരു ലേഡിയാണ്. ഒരു ലേഡിയാണ്. കഴിഞ്ഞ കൊല്ലം ആരായിരുന്നു? ഒരു സിനിമയൊക്കെ വന്നാണ് അതിനെപ്പറ്റി. ടീച്ചറാണ്. കഴിഞ്ഞ കൊല്ലത്തെ ശൈലജ ടീച്ചറാണെന്നറിയാം. ഈ കൊല്ലത്തെ ആരാന്നറിയില്ല. ഇല്ല, അറിയില്ല. ഞാൻ പറഞ്ഞു തരട്ടെ, വീണ ജോർജ്. നീ ആര് ചോദിച്ചാലും പറയണം. മലയാള വാർത്തയുടെ ലൈവാണ്. ഒന്ന് എല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞേക്കാം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഏത് ചാനല്? മലയാളി വാർത്ത. മലയാളി വാർത്ത. ഓക്കെ. അവിടെ കലാകാരൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ പൊക്കോ. ഓക്കെ വിനിച്ചേട്ടാ. ഓക്കെ. അപ്പൊ രാവിലെ നമുക്കറിയാം, രാവിലെ സ്വാഭാവികമായിട്ടും എല്ലാവരും ജോലിയുടെ തിരക്കിലാണ്, ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളാണ്, മലയാളികളുടെ പ്രശ്നം സംസാരിക്കാൻ ഒരു വാർത്തയേ ഉള്ളൂ. അത് മലയാളി വാർത്തയാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ബിജെപിയെ പറ്റിയൊക്കെ വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ മൈക്ക് ചോദിച്ചോണ്ടിരിക്കുക, അടങ്ങി ഒതുങ്ങി നിൽക്കവിടെ. അതായത് ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടു സുരേഷ് ഗോപിയുടെ വലിയൊരു വിജയം, അല്ലെ, വലിയ ഭൂരിപക്ഷത്തോടെ വിജയം. പക്ഷെ അതിനെ ചൊല്ലി ഒന്നും ഞാൻ പറയല്ലോ കേട്ടോ. എന്താണ് കാരണം? എന്താണ്? പല ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആരോപണങ്ങളും അവരോപണങ്ങളത്തെ കാര്യമല്ല. ഒരു കാര്യം പറയട്ടെ, വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന തൃശ്ശൂരിൽ മുമ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയെ തോൽപ്പിച്ചിട്ടാണ് സുരേഷ് ഗോപി. അപ്പൊ ഞാൻ അവിടെ പറയുന്നത് നമ്മള് വളരെയധികം കണ്ടു. സുരേഷ് ഗോപി എന്ന് പറയുന്ന വളരെ സുരേഷ് ഗോപി ചേട്ടൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മായയുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സിനിമയ്ക്കും ഒപ്പുവെക്കുമ്പോൾ അഡ്വാൻസ് കിട്ടുന്നതിൽ 2 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് തരുന്നതാണ്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ എന്റെ രാഷ്ട്രീയം പറയുമ്പോൾ വ്യക്തിപരവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. നമുക്കാരും ശത്രുക്കളാരുമില്ല. അതിപ്പോ നമ്മളെ എന്തിനെ ശത്രുവാകുന്നത്. പക്ഷെങ്കിൽ എന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഞാനത് വളരെ കറക്റ്റായിട്ട് പറയും. ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തൃശ്ശൂര് അദ്ദേഹത്തിന് 2 ലക്ഷം വോട്ടാണ് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ അത് നേരെ ആ 2 ലക്ഷം താഴേക്ക് വരും എന്നുള്ളതാണ്. അവിടെ തൃശ്ശൂരുകാർക്ക് ഒരു അബദ്ധം പറ്റി, ഒരു കെണിയിൽ പെട്ടു എന്നുപോലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടു. വയനാടിന്റെ ഈ വലിയ ദുരന്തമുഖത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് വേണ്ട സഹായങ്ങൾ ദുരന്തഭൂമിയിൽ വേണ്ടപ്പോൾ വേണ്ട ധനസഹായവും മറ്റുള്ള കാര്യങ്ങൾ വേണം. അതൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ, അതൊക്കെ വേണ്ട സമയത്ത് വേണേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് വിട്ടെ പുള്ളി അന്നേരം പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് ഇതുവരെ ഏതാണ് പുള്ളിയുടെ ഏത് സിനിമയാണ്? കമ്മീഷണർ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും. കൈയൊക്കെ തട്ടി മാറ്റിയ ഒരാൾ വന്ന് പാവപ്പെട്ടം വന്ന് കയ്യ പിടിക്കുമ്പോ കൈ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ മാടമ്പിത്തരവും അല്ലെങ്കിൽ ധാർഷ്ട്യവും എന്താണ്? ഇവരെല്ലാരും ഒരു കാര്യം ഞാൻ പറയുകയാണ്, വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇവരോടൊപ്പം LDF-നൊപ്പം നിന്നാണെങ്കിൽ UDF വന്നെങ്കിലും വ്യക്തിഗത ചെയ്യരുതെന്നുള്ള. ഇപ്പൊ പിണറായി സഖാവ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോളായിട്ടും അല്ലാതെയൊക്കെ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു അല്ലേ പുള്ളി അത് പറയുന്നത്. പക്ഷെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലാണ് ഈ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ UDF-നെയും BJP-യെയും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ തന്നെ ചാനലിലൊക്കെ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അതേപോലെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അന്തരിച്ചുപോയ KM മാണി സാറ്. ഇവരൊക്കെ കോൺഗ്രസുകാരെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഫിഗറായിട്ട് ചെയ്യുമ്പോഴും മറ്റുള്ള ആയിരിക്കാറുള്ളത്. പറയുന്ന കൂട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയവും കലാകാരനും കൂടിയാണ്. കലയെ കൊലപാതകമാക്കരുത് വിനു. ഓക്കെ. അപ്പൊ വിനുശങ്കർ മിമിക്രി ചെയ്യാൻ റെഡിയാണ്. 2 ഐറ്റം, ഒരു സ്റ്റാർ ചെയ്യ്, ഒരു ശബ്ദം. നമ്മൾ എന്തായാലും KM മാണി സാറിന്റെ ശബ്ദം തന്നെ ചെയ്യാലോ. നോക്കട്ടെ. കുറെ നാളായി ചെയ്തിട്ട് അദ്ദേഹത്തിന് അതൊക്കെ കത്തിയൊക്കെ പിടിച്ചു. ഇപ്പൊ ഞാൻ മാണി സാറിനെയൊക്കെ ചെയ്തിട്ട് കുറെ നാൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേഷവും ആ ശബ്ദവും ഒന്നും എടുക്കില്ല. എങ്കിലും ഇപ്പൊ ആദ്യം പറഞ്ഞോണ്ട് തന്നെ പാലായിൽ എന്നാ കൊണ്ടുപോയെന്നാ പറയുന്നത്. ഇത്രയ്ക്ക് നല്ലൊരു പ്രദേശമുണ്ടോ? ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. പാലാ മീനച്ചിലാറ്റിക്കൂടെ കപ്പലി കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഇട്ടു. അത് തെറ്റാണോ? അതേപോലെ തന്നെ തിരുവനന്തപുരത്തിരിക്കുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധിയുമെല്ലാം എടുത്ത് പാലായി കൊണ്ടുപോയി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അതൊരു തെറ്റാണോ? അത്രയും മതി. അത് രാവിലെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ബാസും ട്രബിളൊക്കെ കൊടുത്ത് ചെയ്യേണ്ട ശബ്ദമാണ്. അപ്പൊ നമുക്ക് പ്രേക്ഷകർ പറയുന്നുണ്ട് വിനുശങ്കർ ഇനി മിമിക്രി ചെയ്യണോന്ന്. വിനുശങ്കർ ഇനി മിമിക്രിയോ? ഒരു കമന്റ് വന്നോ? എന്താ പറഞ്ഞ?
ഒരാളെ കൂടി വേണമെന്നാണ്. ചങ്കായിട്ട് കൂടെ നിൽക്കണം. നമ്മളെല്ലാരും സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്നതാ, അല്ലാതെ ഊരിപ്പിടിച്ച വടിവാളിലൂടെ മുന്നിലൂടെ മാത്രം നടക്കുന്ന ആളല്ല ഞാൻ. നമ്മള് ചെറിയ മിമിക്രിയും എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. പിന്നെ എനിക്കൊരു ഒരു മിമിക്രി കൂടി, ബിനു ശങ്കറിന്റെ ഒരു മിമിക്രി വേണമെന്ന്, അതായത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി വാർത്താ പ്രേക്ഷകർ പറയാണ്. അതിന് പകരമായിട്ട് ഞാൻ പല കാര്യങ്ങൾ വേറെ പറയാം. ആ മിമിക്രി പറയുന്ന സമയത്ത് അതൊന്നും എടുക്കാറില്ല മോനെ. അപ്പൊ നമ്മൾ അത് കൂടുതൽ ഫിഗറും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ ഈ സമയത്ത് നമ്മൾ വന്നിരുന്നിട്ട് ശബ്ദമൊക്കെ ആയിട്ട് നോക്കിയിട്ട് ഇതൊക്കെ പറയണ്ടേ. അതുകൊണ്ടാണ്, വേറെ അല്ല ജാടയും പരിവേഷമൊന്നും നമുക്കില്ല, എന്തും എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി ഞാൻ വരികയാണ്. നമ്മളിപ്പോ പലരോടും ഇപ്പൊ ഇതിലെ ഒന്നോട് ചോദിച്ചു, രണ്ടാം പിണറായി സർക്കാർ ഇനിയും മൂന്നാമത്തെ വരുമോന്ന്. വരാൻ സാധ്യത കുറവാണ്. നമ്മൾ പറയുന്നു വലിയ ബസ്സിലും ഒക്കെ രാജീയ കൊട്ടാരം പോലെ ബസ്സൊക്കെ പണിത് അതിനകത്തൊക്കെ കയറി കേരള യാത്രയൊക്കെ വളരെ നടത്തിയെങ്കിലും പോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? കോടികൾ മുടക്കിയതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെയുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയും മറ്റുള്ള എല്ലാ ആൾക്കാരും അവിടെ ഇതിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ടൂർ പോയിരിക്കാൻ സിംഗപ്പൂര്. അങ്ങനെയുണ്ട്. അപ്പം ഇതും ജനങ്ങൾ കാണുന്ന. അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈകോയില് എന്തെങ്കിലും സാധനമുണ്ടോ? എവിടെയാണ്, എന്താണുള്ളത്? RT ഓഫീസ് കുത്തഴിഞ്ഞു കിടക്കുകയാണ്. എന്റെ ലൈസൻസ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എക്സ്പയർ ആയിട്ടൊന്ന് പുതുക്കാൻ കൊടുത്തതാ, ഇപ്പൊ 4 മാസത്തിന് മേളിലായി. അതുപോലെ തന്നെ RT ഓഫീസ് ബുക്ക് വണ്ടിയുടെ പേര് മാറിയ കിട്ടുമോ? ഏത് മേഖലകൾ നിങ്ങൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറ, ഏത് മേഖലയിലാണ് ഇപ്പോ കറക്റ്റായിട്ട് പോകുന്നത്? അത് എന്തെങ്കിലും ഇവര് ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടി പറയാനാണെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും മറ്റുള്ള മന്ത്രിമാർക്കോ ഇതിന്റെ കൂടെയുള്ള പിണറായി സഖാവിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കോ അത് പറഞ്ഞു മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാനും പറ്റുന്നില്ല. അപ്പോൾ അവര് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെയ്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ചെയ്തത് ജനങ്ങൾക്കറിയാവുന്നത് വളരെയധികം കോടികൾ. നമ്മളിതിലെ നിങ്ങൾ വന്നപ്പോ കണ്ടായിരിക്കും കുറെ ക്യാമറ ഏതേലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ക്യാമറ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ സാധാരണക്കാരെ പിഴിയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക പോലീസിന്റെ. അതുപോലെ തന്നെ പോലീസ് മേധാവികളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ കോളേജിൽ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ എന്ന് വേണ്ട എല്ലാ തരത്തിലും ഏത് മേഖലയാണ് കർഷകര് ആത്മഹത്യ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം കൂടെ ചെയ്തു ഇല്ലേ? അപ്പൊ ഇവിടെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു ജനങ്ങളും ഇല്ല, ജനങ്ങൾക്കൊപ്പവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അത് തന്നെയാണ് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ആളാണ് ഇപ്പൊ ആദ്യം ചോദിച്ച ആള്. അയാൾക്കൊന്നും ഒരു രാഷ്ട്രീയം ഇല്ലാത്തതാണ്. പക്ഷെ അയാളൊക്കെ മാറുകയാണ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഇതേപോലെ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ വേറെ ഒന്നുമില്ല. ആദ്യം നമ്മള് ഒരു കാര്യം നല്ലത് ആര് ചെയ്താലും, അത് ഞാൻ ചെയ്താലും ആദ്യം ചെയ്താലും ഭരിക്കുന്നവർ ചെയ്താലും ജനങ്ങൾ ഒപ്പം ഉണ്ടാവും. ശരിയല്ലേ? തീർച്ചയായും. നിങ്ങൾ പ്രേക്ഷകർ പറ, ഞാൻ നല്ലത് ചെയ്താൽ എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ കാണില്ലേ? പകരം ഞാൻ നിങ്ങൾക്ക് മോശമായിട്ട് നിങ്ങളെയും പറയുകയും അതൊക്കെ ചെയ്യുകയാണല്ലോ. നിങ്ങളുടെ മുമ്പിൽ കൂടെ നിങ്ങള് കർത്താവിനെ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെയാ ഇതൊന്ന് പിടിച്ചാ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മേളിലേക്ക് കർത്താവെ എന്തെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് 2 കൈയും മേളിലോട്ട് നിൽക്കുമ്പോൾ ഞാൻ വലിയ ആഡംബര വണ്ടിയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ബസ്സിലൊക്കെ കയറി പയ്യെ കറങ്ങി എല്ലാവരും കൈയൊക്കെ ടാറ്റ കാണിച്ചുകൊണ്ട് പോകുന്നതാണോ? അവിടെ അതാണ് ജനങ്ങൾ അന്നേരം പറയും ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരവസ്ഥയില്ല, റേഷനില്ല, പെൻഷനില്ല എന്ന് പറയുമ്പോൾ ബസ്സിൽ നിന്നിട്ട് കൈ കാണിക്കുക, AC ഒക്കെ ഇട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ പറയുന്നത്? വോട്ട് ചെയ്യണോ? അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അതാണോ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം ഓർത്തു നോക്കി കാര്യം പറയാൻ കാരണം ഊരിപ്പിടിച്ച വടിവാളിന് മുന്നിൽ കൂടെ വന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് വേറെ കാര്യമൊന്നും എനിക്കും പറയാനില്ല. അപ്പൊ ആദ്യം എന്റെ കയ്യിൽ തരികയാണിത് കേട്ടോ. ഇതൊരു പേനയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയോ ഭയമൊന്നുമില്ല. എന്നാണേലും മൂക്കി പഞ്ഞി വെച്ച് പോകണം. അതെപ്പോ പോയാലും ഇപ്പൊ പോയാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ് ഞാനിത് പറഞ്ഞത്. വീണ്ടും വരുന്നു. വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച അവിടെ ദുരന്തം അനുഭവിച്ച ഒത്തിരി പേര് പോയി. ഇപ്പൊ അതിലും ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, വെറും മോശമായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്നിപ്പോ ന്യൂസിൽ പറയുന്നത് കേട്ടു, അവർ ഇന്നലെ സമരം ചെയ്ത് DYFയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസും ഒക്കെ ചെന്ന് സമരമൊക്കെ ചെയ്ത് എന്തായാലും അവരെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് എനിക്കുള്ളതാണ് എളമക്കര ശാഖയിൽ. പക്ഷെ ഞാൻ കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റുള്ള ബാങ്കിനെ പോലെ കേരള ഗ്രാമീൺ ബാങ്ക് ഒരു ചെറിയ ഒരു സോഫ്റ്റ് കോർണർ, ഒരു തലോടൽ പോലെ ഉണ്ട് ആ പേരിന്. പക്ഷെങ്കിൽ ഒരു തലോടലും ഇല്ല. മൊത്തം ഒരു തലോടൽ എന്ന് പറയുന്നത് നമ്മളെ അങ്ങ് ഇല്ലാതാക്കുന്ന തലോടലാണ്. അത്തരത്തിലുള്ള കാര്യമാണ്. അതായത് അവിടെ വയനാട്ടിൽ ദുരന്തം നടന്ന ആ സ്ഥലത്ത്
കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ വീണ്ടും കൊല്ലുന്ന തരത്തിലേക്കാണ്. അവിടെ EMIക്ക് ചെല്ലുക, അവർക്ക് ഉള്ള ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തത് അത് കട്ട് ചെയ്യുക. എന്ത് മോശമായിട്ട് ഉള്ള പരിപാടികളാണ് കാണിക്കുന്നത്. ധിക്കാരപരമായിട്ടും അഹങ്കാരം നിറഞ്ഞതും ബാങ്കിന്റെ ഈ കൊള്ളരായ്മയ്ക്കെതിരെ ഏത് ഗ്രാമീൺ ബാങ്ക് ആയാലും ഈ ബാങ്ക് മാത്രമല്ല മറ്റുള്ള ബാങ്കും ഇത് തന്നെയാണ്. എല്ലാവരും കൊള്ളയടിക്കുകയാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർക്കൊന്നും സാധാരണ ജനങ്ങളുമായിട്ടോ അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അറിയണ്ട. അവൻ പലിശക്കാരനാണ്, വട്ടിപ്പലിശക്കാരനാണ്. അവർക്ക് വേണ്ടത് അവർ AC സൂട്ടിലിരിക്കുക, കറങ്ങാതിരിക്കുക. ഏതെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥനെ ആദ്യം കണ്ടിട്ടുണ്ടോ? ഒരു മീറ്റിംഗ് നടക്കുന്നിടത്തോ ഒരു യോഗം നടക്കുന്നോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ, നമ്മളെ ഇതുപോലെ വനിതാ ഐസൊക്കെ വരുന്നുണ്ട്, അതിലുള്ള പരിപാടികളിലൊക്കെ ബാങ്കിന്റെ മാനേജർ, ഇത് ബാങ്കിന്റെ മാനേജർ കേട്ടോ പോകുന്നതെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. വരും. ഇതൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞ് കുറെ നരയൊക്കെ ആയി പയ്യെ നടക്കാൻ വയ്യാതെ ഇങ്ങനെ വന്ന് ഇതിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് കയ്യിലൊക്കെ പിടിച്ചോണ്ട് വന്ന് ഈ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തുമ്പോ അതെ SBയുടെ മാനേജരായിരുന്നു. അറിയോ? എന്തിനറിയാനാ ഇപ്പൊ ഈ അവസാന റീലിലൊക്കെ എന്തറിയാൻ? ഈ ഭാഗത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു ചെറുപ്പക്കാർക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ വേണം വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഒരു ബാങ്ക് മാനേജർക്ക് 20 ലക്ഷം രൂപ വരെ സ്വന്തം റിസ്കിൽ കൊടുക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ മോക്ക് വേണ്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ നിങ്ങൾ പോയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആധാരമുണ്ടോ എന്ന് വേണം കമന്റ് ചെയ്യണം അല്ലെ? കിട്ടിയവരുണ്ട്. ആധാരമുണ്ടോ, എന്തൊക്കെ വേണം അവർക്ക് വീടിന്റെ? നമുക്കറിയാം ഒരു പറയാണ് വീട്ടില് ഒരു വല്യച്ഛനും ഉണ്ട് വല്യമ്മയുണ്ട്, അന്ന് അവരെയും കൂടെ കൊണ്ട് ഇരുത്താനാ പറയുന്നത് ലോൺ തരാന്ന്. ഇത്തരത്തിലാണ് ഇതേ പോകുന്നത്. ഇതേപോലെ തന്നെ എത്രയുണ്ട്. എന്നാൽ മാർവാടി ബാങ്കുകളോ അവിടെയാണ് ഗുണ്ടകളാണ്. ഈ EMI പിരിവെന്നും പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു നേരിട്ടൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞതാണ്. ഇവിടെ മരടിലുള്ള ഒരു പാസ്റ്റർ എന്റെ ഒരു 2 വീലർ പഴയത് കൊടുക്കാനുണ്ടായിരുന്നു. ഞാനത് കൊടുത്തപ്പോൾ അയാൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് പോയി വരാനാണ്, വേറെ വണ്ടിയൊന്നുമില്ല. ശരി, അദ്ദേഹം ഒരു പാസ്റ്റർ അല്ലേ എന്ന് കരുതി. എന്തായാലും പുള്ളി വേറെ ഒന്നും ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ ആൾക്ക്, പ്രാർത്ഥനാക്കാരനല്ലേ. ശരി, ഞാൻ അപ്പൊ പറഞ്ഞു ഞാൻ ശരി തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചിട്ട് 2 മാസമായുള്ളൂ, എനിക്ക് വേറൊരു വണ്ടി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചത് ഒരു വിലയാണ്, എനിക്കൊരു 1000 രൂപ കൂടുതൽ കിട്ടിയ തന്നേക്കാന്ന് പറഞ്ഞു പുള്ളിക്ക് കൊടുത്തു. 3000 രൂപ അദ്ദേഹം എനിക്ക് തരാനുണ്ട്, ഒരു 10 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ശരി, കൊടുത്തു വിട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് 3000 ആയിട്ടില്ല. ശരി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ആ വണ്ടി വെച്ചിട്ട് ഒരു 10 രൂപ തരാമോ, എനിക്കൊരു ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വണ്ടി ഞാൻ വേറൊരാൾക്ക് വിറ്റ് തരാം, എന്റെ ഒരു കൂട്ടുകാരൻ വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ ഈ 1500 രൂപ പുള്ളിക്ക് കുറച്ചേ കിട്ടുള്ളൂ. ശരി, പുള്ളി പറഞ്ഞു എനിക്ക് അത്യാവശ്യമാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ബജാജിന്റെ ഫൈനാൻസ് എടുത്തതാണ്, ഒരു AC എടുത്തതാണ്. വെറും 4 EMI മാത്രമേ അദ്ദേഹത്തിന് വീണ്ടും അടയ്ക്കാനുള്ളൂ. ഇതുവരെ കുടിശ്ശിക വന്നിട്ടില്ല. ഇപ്രാവശ്യം മോന്റെ ഫീസൊക്കെ കൊടുത്തു, അങ്ങനെ പൈസ പോയപ്പോൾ 1500 കൊടുക്കാൻ ഇല്ലാതായി. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിനും പോരാ, വേറെ ശാലം പൈസ ഉണ്ട്. അതുകൊണ്ട് പുള്ളി വൈഫ് പറഞ്ഞത് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്താണ് കൊടുക്കാൻ കാരണം? ഈ 1500 രൂപയ്ക്ക് 4 വലിയ ഗുണ്ടകൾ പോലുള്ള തടിയന്മാര് അവരുടെ വീട്ടിൽ നിൽക്കുകയെന്ന്. 1500 രൂപയ്ക്ക് വീട്ടിൽ വന്ന പുള്ളിക്കാരി ഒരു നേഴ്സാണ്, ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ നിൽക്കുകയാണ് 1500 രൂപയ്ക്ക്. എന്നിട്ടോ അയൽവക്കത്തുള്ള വീടുകളിലെല്ലാം കയറി പറഞ്ഞു ബജാജിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ ബജാജിന്. ആ പുള്ളിയുടെ പേരും പറഞ്ഞു, പുള്ളിയുടെ പേരും പറഞ്ഞിട്ട് എന്താണ് അവിടെ ഒരു ഞങ്ങളുടെ ബജാജിൽ നിന്ന് എടുത്ത പൈസ ആരാണ്ടെന്ന്. 10 ലക്ഷം രൂപയല്ല, 1500 രൂപയുള്ളൂ. അപ്പൊ നാണം കെടുത്തി അവന് ഇറങ്ങി നടക്കാൻ മേലാത്ത ആ പാസ്റ്റർക്ക് ഈ പണിയും കൂടെ സുവിശേഷ വേല പോലും ചെയ്യാൻ മേലാത്ത തരത്തിൽ ആക്കിയിട്ടാണ് വിടുന്നത്. എങ്ങനെയാലും ഇവരെ മൂക്കി പഞ്ഞി വെച്ച് വിടുക. ഇതൊക്കെയാണ് ഈ ബാങ്ക് ഇടപാട് എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബാങ്ക്, തനിക്ക് പൈസ ഇല്ലെങ്കിൽ താൻ പോയി ആത്മഹത്യ ചെയ്യൂ, ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നത്. ഇതുപോലുള്ള ഞാൻ പറയണോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അല്ല, ഞാൻ മുഖ്യമന്ത്രി ഒന്ന് കടമെടുത്തോട്ടെ. പണ്ട് പറഞ്ഞത് പ്രേമേന്ദ്രനെ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, പറഞ്ഞേ ഇതുപോലുള്ള അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ആ സാധനം പ്രേമേന്ദ്രനെ പണ്ട് കൊല്ലത്ത് വിളിച്ചില്ലേ, അത് തന്നെ വിളിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് പറയുകയും ചെയ്തു ഞാൻ അങ്ങനെ തന്നെ. അല്ലാതെ പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? അല്ലേ? ശരിയല്ലേ? അപ്പൊ പ്രേക്ഷകരെല്ലാരും മലയാളി ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. പിന്നെ ഞാനിങ്ങനെ വരും കേട്ടോ, ഓരോ പരിപാടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചാനലിൽ. എന്റെ പുതിയൊരു കുക്കറി ഷോ, പുതിയതല്ല പഴയതാണ്, ഞാനൊരു ചാനൽ ചെയ്ത അന്ന് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, വാചകം പ്ലസ് പാചകം. ആ കുക്കറി ഷോ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കോമഡി പരിപാടികളല്ലാതെ വാർത്തകൾ ഇതുപോലുള്ള നമ്മൾ രാഷ്ട്രീയമൊക്കെ ആയിട്ട് നിന്നിട്ടുള്ളത്. പണ്ട് എല്ലാവരും ഈ തട്ടുകടയെന്നൊക്കെ പറഞ്ഞില്ലേ രണ്ടുപേരിരിക്കുന്നത്, അതല്ലാതെ വേറൊരു വെറൈറ്റിയിൽ ഒരു ഷോയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിൽ ആദ്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത്, ഒരു സിനിമയുണ്ട്. ഞാൻ അതിന്റെ എഴുത്തും കാര്യങ്ങളുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. പാർട്ടിക്കാരൻ കളത്തിൽ കൊച്ചുമോൻ എന്നാണ്. അത് കുറെ നാളായി ഞാൻ അനൗൺസ് ചെയ്തിട്ട്, അതിങ്ങനെ വീണ്ടും വീണ്ടും അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, പുതിയ പുതിയ സാധനങ്ങളും കാര്യങ്ങളും അതും ഉണ്ടാവും.
തീർച്ചയായിട്ടും അതിലൊക്കെ ആദ്യം ഉണ്ട് കേട്ടോ. താർപ്പൻ തീർച്ചയായും. റോളാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മൈക്ക് നമ്മുടെ ക്യാമറാമാനും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് മലയാളി വാർത്തയുടെ പ്രേക്ഷകർ കണ്ടില്ലേ, ഇതാണ് ഒരു സാധാരണക്കാരന്റെ ആവേശം എന്ന് പറയുന്നത്. അപ്പൊ വിനിച്ചേട്ടനോടൊന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, വിനു അടങ്ങ്, വിനു അടങ്ങ്, വിനു അടങ്ങ്, മറ്റേ അതായത് നമ്മൾ ഡയസിൽ കൊടുത്ത പോലെ വിനു അടങ്ങ് അടങ്ങെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യും. നമുക്കറിയാം മോർണിംഗ് ഷോയിൽ ഇത്തരത്തിലുള്ള ഒരുപാട്, നമ്മൾ ഇന്നലെ നമ്മുടെ മോർണിംഗ് ഷോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വ്യത്യസ്ത മേഖലയിലുള്ള പല ആളുകളെ നമ്മൾ നമ്മുടെ മോർണിംഗ് ഷോയിൽ കൊണ്ടുവരും എന്നുള്ളത്. ഇന്ന് ഒരു കലാകാരൻ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, സിനിമാ താരം, അതുപോലെ തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനായ വിനുശങ്കറാണ് നമ്മുടെ കൂടെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാമല്ലോ, ബൈ പറയാമല്ലോ. പറയാം. ബൈ. ഞാൻ നിങ്ങളെ വലിച്ചു നീട്ടുന്നില്ല. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അതും പ്രത്യേകിച്ച് ഈ മലയാളി വാർത്താ ചാനലിൽ അപ്പൊ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ലൈക്ക് ചെയ്യണം, എന്തൊക്കെയാ വേണം ചെയ്തു കൊടുത്തേക്കണം. നമ്മുടെ ഒരു പയ്യന കേട്ടോ, നമ്മുടെ ആദി എന്ന് പറയുന്നത് നമ്മുടെ മുത്താണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക. ഒന്നുമില്ല, ദുഃഖം സങ്കടമൊക്കെ വരുമ്പോ എന്നെ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാ. അപ്പൊ എന്റെ വേണ നമ്പർ ഞാൻ തരാം, വിളിക്കാം. 9495105463. ഒന്നുകൂടെ പറഞ്ഞുതരാം, 9495105463. ചിലപ്പം ഒറ്റ കോളിൽ എടുത്തെന്ന് വരികയല്ല, ചിലപ്പം രണ്ടാമത്തെ കോളിൽ എടുക്കും. അതാണ് വിനുശങ്കർ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിനുശങ്കർ ഇവിടെ ഉണ്ട്, എടപ്പള്ളി ചങ്ങമ്പുഴ റോഡിൽ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവ് അവസാനിക്കുകയാണ്. വീണ്ടും നാളെ ഇതുപോലുള്ള വ്യത്യസ്തമായ മുഖങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതിലും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കാൻ ആദ്യം നാരായണ ഉണ്ടാവും. അപ്പൊ എന്തായാലും ബൈ പറയാലോ. ബൈ. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ.